നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ടുഡേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു യാത്രയിലാണ്. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള യാത്രയിലാണ്. ഞാൻ അതിന് മാത്രം ഹെയർ ഫോളോ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, രണ്ട് സൈഡും നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ സെൻറ്ററിൽ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചായിട്ട് ഞാൻ നല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് എവിടെയാണ് കിട്ടുക എന്നുള്ള റിസർച്ചിലൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം നമ്മളൊരു ക്ലിനിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക്. എവിടെയാണ് എന്താണെന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാമല്ലേ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വയനാട് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 3-4 ദിവസം മുമ്പ് വയനാട് വന്ന് വീട്ടിൽ വന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ഇന്നലെ ഊട്ടിയിലേക്ക് വന്നു. ഊട്ടിയിൽ ഇന്നലെ സ്റ്റേ അടിച്ച് ചില്ലായി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാരണം പുറത്ത് നല്ല ചൂട് കാര്യങ്ങളുണ്ടാകും, ഇവിടെ തണുത്ത് അടിപൊളി ക്ലൈമറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ അടിച്ച് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഊഹിക്കാൻ പറ്റുന്നൊരു കമൻറ്റ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് എന്തായാലും ഞാൻ പറയാം. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള യാത്രയിലാണ്. അപ്പോൾ പുതിയൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലെ അടിപൊളി സൺസെറ്റൊക്കെ ആയിരുന്നു. അതുപോലെ നല്ല തണുപ്പായിരുന്നു രാവിലെയും. രാവിലെ ആ തണുപ്പിൽ നല്ല പച്ചവെള്ളത്തിൽ കുളിക്കാനൊക്കെ ഉള്ള രസമുണ്ടല്ലോ. ഇപ്പം ഞാനിതാ ഊട്ടി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. ഊട്ടി എന്നും എന്താ പറയുക, എപ്പോഴും എന്നും ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റ് ഏത് സമയത്തും വന്നാലും ചില്ലിങ് ആയിട്ടുള്ള ക്ലൈമറ്റ്, അടിപൊളി സ്ഥലമാണ്. സോ നമുക്ക് മറ്റു വിശേഷങ്ങൾ കാണാം. ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ, അതിൻ്റെ പ്രൈസ്, എവിടുന്നാണ് ചെയ്യുന്നത്, അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. പിന്നെ ഇത് മാർക്കറ്റിൽ ഇതിന് ഏതൊക്കെ രീതിയിലുള്ള പ്രൈസിൽ അവൈലബിൾ ആണ്, അതിൻ്റെയൊക്കെ പുറകിലുള്ള ബിസിനസ് എന്താണ്, ഏറ്റവും നല്ല പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റിയ ക്ലിനിക്ക് ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, നമ്മളങ്ങനെ ക്ലിനിക്കിലെത്തി ഡോക്ടറെ കണ്ട് നമുക്ക് അഡ്മിഷൻ തന്നു. 2 ദിവസം ഇവിടെ നിൽക്കണം കേട്ടോ. ഒരു ദിവസം ഇവിടെ നിൽക്കണം, പിറ്റേന്ന് വൈകുന്നേരമാണ് പോകാൻ പറ്റുക. അപ്പോൾ നമ്മൾ അഡ്മിഷനായി, നമ്മളെ റൂം കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം കേട്ടോ. യെസ്, 3 ബെഡ് ഉണ്ട് ഒരു റൂമിൽ, പക്ഷേ 2 പേരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്ന ബെഡ് സ്പേസ്. ലഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി പ്രൊസീജിയറിലേക്കൊക്കെ കടക്കണം. ഹെയർ എടുക്കണം, പിന്നെ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളെ മുടി കംപ്ലീറ്റ് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നേഴ്സിംഗ് സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുടി കംപ്ലീറ്റ് ട്രിം ചെയ്ത് പിന്നെ നമ്മളുടെ ഹെയർ ലൈനൊക്കെ കറക്റ്റ് വരച്ച് സെറ്റപ്പ് ആയിട്ട് വരും. അങ്ങനെ നമ്മളെ മുടിയൊക്കെ എടുത്ത് മൊട്ടയായിട്ടുണ്ട്. പിന്നെ മുടി ട്രിം ചെയ്തപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മുടീൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി നേരെ നമ്മൾ പ്രൊസീജിയറിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ 3 പ്രൊസീജിയർ ഘട്ടങ്ങൾ പറഞ്ഞുതരാം. നമ്മളെ ബാക്കിൽ മുടി എടുക്കേണ്ടുന്ന ക്രാഫ്റ്റ് എടുക്കേണ്ടുന്ന ഭാഗം അവർ മാർക്ക് ചെയ്ത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ക്രാഫ്റ്റ് എടുത്ത് തുടങ്ങും. ഇതാണത്. ആദ്യം വരച്ച് അവിടെ ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ ക്രാഫ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അപ്പോൾ നമ്മളെ ക്രാഫ്റ്റ് ബാക്കിൽ നിന്ന് എടുത്ത് മുമ്പിലുള്ള പിന്നെ ഇത് കണ്ടില്ലേ, ബാക്കിൽ നിന്ന് എടുത്തു. മുമ്പിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹെയർ ലൈന് വരച്ചിട്ടുണ്ട്. അതുപോലെ ക്രൗൺ ഏരിയയിലും മുടി കുറവുള്ളതുകൊണ്ട് അവിടെയും കൂടെ ഫിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങുക. അപ്പോൾ നമ്മളങ്ങനെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗമാണ് ഇന്ന് പകുതിയും നാളെ ബാക്കി പകുതിയാണ് വെക്കുക. ഇന്ന് ഫ്രണ്ട് ഭാഗം വെക്കുന്നുണ്ട്. ഇതാണ് പ്രൊസീജിയർ. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രീതി, നേരത്തെ എടുത്തു വെച്ച ക്രാഫ്റ്റ് ഓരോന്നായിട്ട് ഇംപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനസ്തേഷ്യ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെയിനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഒരുപാട് സമയം എടുക്കുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ അനസ്തേഷ്യൻ്റെ എഫക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും അനസ്തേഷ്യ തന്ന് അങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. പെയിനോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവില്ല.
ഫീൽ ചെയ്യുന്നില്ല. ചില സമയത്ത് ചെറിയ സൂചി കുത്തുന്ന ഫീല് കിട്ടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? കാണുമ്പോൾ പേടി തോന്നുന്നില്ലല്ലോ. കാണുമ്പോഴുള്ള അത്ര പ്രശ്നങ്ങളൊന്നും ചെയ്യുമ്പില്ല കേട്ടോ. ആദ്യം ഹെയർ ലൈൻ വരച്ചത് പോലെ കൃത്യമായിട്ട് ആ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ബാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. 4000-ഓളം ക്രാഫ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ബാക്കിൽ നിന്നും എടുത്തിട്ടുണ്ട്, കുറച്ച് താടിയിൽ നിന്നും എടുത്തിട്ടുണ്ട്. കാരണം ക്രൗൺ ഏരിയയിൽ മുടി കുറവുള്ളതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ വെക്കാന്നുള്ള രീതിയിൽ. ഇന്ന് കിടന്നുറങ്ങിയിട്ട് ബാക്കി പ്രൊസീജിയർ നാളെ. പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നമ്മളുടെ മുഴുവൻ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ബാക്കി ഫില്ല് ചെയ്യേണ്ടതൊക്കെ മുഴുവൻ കണ്ടോ, ഫ്രണ്ടിലൊക്കെ കണ്ടോ, മുഴുവൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് ഗ്യാപ്പിട്ടാണ് ഫില്ല് ചെയ്തെങ്കിൽ ഇന്ന് തിക്കായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ മുഴുവൻ, അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ മുഴുവൻ പ്രൊസീജിയറും കഴിഞ്ഞ് നമുക്കിനി 3 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ബ്ലീഡിംഗ് ഒക്കെ നിന്നതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഒരു ഔട്ട്പുട്ട്. ഉണ്ടോ, നല്ല തിക്കായിട്ട് ക്രൗൺ ഏരിയയിലും വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ബാൻഡേജ് ഒക്കെ എടുത്തിട്ടുള്ള വ്യൂ കാണാം. യെസ്, ഇത്രയും ഭാഗം ഉണ്ടോ. ബാക്കിൽ നിന്ന് ഏകദേശം 2500-ഓളം ക്രാഫ്റ്റും താടിയിൽ നിന്ന് 1500 ക്രാഫ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് HNS എന്ന് പറയുന്ന കോയമ്പത്തൂരിലുള്ള പിന്നെ ക്ലിനിക്കിലാണ്. വെറും 10 രൂപ മാത്രമാണ് ഇവിടുത്തെ ക്രാഫ്റ്റിന് അവർ ചാർജ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഹൈ ക്വാളിറ്റി സർവീസും പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനാണ് തരുന്നത്. പുറത്ത് ഞാൻ അന്വേഷിച്ചിട്ടുള്ള എല്ലാ ക്ലിനിക്കിലും സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ ഒരു ക്രാഫ്റ്റിന് 25 രൂപ 30 രൂപ മുതൽ മുകളിലോട്ടാണ്. 25 രൂപ കുറഞ്ഞിട്ടൊന്നും എവിടെയും കിട്ടിയിട്ടില്ല. അതായത് 25 രൂപ 30 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 3-1 പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തരുന്ന ഒരു ക്ലിനിക്കാണ് HNS. നേരിട്ട് വരുന്നതിന് മുമ്പ് ഒരു ടെലിഫോണിക് കൺസൾട്ടേഷൻ ഉണ്ട്. ആ സമയത്ത് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും, നമ്മളൊരു ഫുൾ ബോഡി ചെക്കപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ് റിസൾട്ടുമായിട്ടാണ് നമ്മൾ ക്ലിനിക്കിൽ ഫിസിക്കലി വരേണ്ടത്. ഇനി 7 ദിവസം വീട്ടിൽ റെസ്റ്റാണ്. 7ാമത്തെ അന്നാണ് ഹെഡ് വാഷ് ഉള്ളത്. നമുക്ക് ഇന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട് ഹാരിസ് വരുന്നുണ്ട് എന്നെ കോയമ്പത്തൂർ നിന്ന് ബാംഗ്ലൂരൊക്കെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് ഹെഡ് വാഷിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.